ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 85-ാം സങ്കീർത്തനം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ ഒരു കൊയ്ത്തിന്റെ മെസ്സേജാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി അവൻ വിളിച്ചു പറയുന്നു. കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 85-ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. എന്തിനെന്നറിയാമോ? ഒരു ദൈവിക കൊയ്ത്തിലേക്ക്. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പടി എന്തെന്നറിയാമോ? വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. അതാണ് നമ്മൾ വിതയ്ക്കുന്ന വിത്ത്. ആ വിശ്വസ്തതയുടെ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? നീതിയായി ഫലം കൊയ്തു കൊണ്ടുപോയിരുന്നു. ഈ ദിവസങ്ങൾ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നീതി ആരാണ്? നസ്രയനായ യേശുവാണ്. ആ യേശു കർത്താവ് നമ്മുടെ വിശ്വസ്തതയെ പരിശോധിക്കുന്നുണ്ട്. ക്രിസ്തു ജീവിതം വിശ്വസ്തതയുള്ള ഒരു ജീവിതമാണ്, വിശ്വാസമുള്ള ഒരു ജീവിതമാണ്, വിശുദ്ധിയുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസം, വിശ്വസ്തത, വിശുദ്ധി, ഇത് മൂന്നും എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇവിടെ ഇതാ വിശ്വസ്തത എന്ന വിത്ത് വിതയ്ക്കുമ്പോൾ നീതി എന്ന ആ ഫലം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ളവരിൽ വിശ്വസ്തത ഉള്ളവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരുപോലെ ആയിരിക്കണം. കൊടുക്കൽ വാങ്ങലുകൾ ഒരുപോലെ ആയിരിക്കണം. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ആ സഹായത്തിന് നമ്മൾ എപ്പോഴും അവരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നന്ദിയുള്ളവരും വിശ്വസ്തരുമായിരിക്കണം. ഒരിക്കലും കപടത്തരം കാണിച്ചുകൊണ്ടൊരു സുവിശേഷ വേല ചെയ്യരുത്. അങ്ങനെ കൊയ്യുന്ന കൊയ്ത്തുകളൊന്നും നിലനിൽക്കത്തില്ല. അതെല്ലാം ഈ ലോകത്ത് തന്നെ വെന്തും അഴിഞ്ഞും പോകും. അവൻ സ്വർഗത്തിൽ പണിയപ്പെടുന്ന ഒരു നല്ല കൊയ്ത്തിന്റെ യജമാനനായി, ഒരു കൊയ്ത്തിന്റെ വ്യക്താവായി ഞാനും നിങ്ങളും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി സകലതിനെയും ഇവിടെ നിവൃത്തീകരിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവൻ ഈ ലോകത്തിൽ കഷ്ടത വന്നാലും, നിന്ന വന്നാലും, പരിഹാസം വന്നാലും, ദുഷികൾ വന്നാലും, സന്തോഷം വന്നാലും, ആനന്ദം വന്നാലും, അവൻ എന്തെല്ലാം വന്നാലും അതെല്ലാം ദൈവം അനുഭവിച്ചതാണ്. അതെല്ലാം നമ്മൾ പാലിച്ച് തന്നെയാണ് ആ നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിനകത്ത് നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം. ജാതികളുടെ മുമ്പിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം. സഭയ്ക്കകത്ത് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അഭിഷിക്തന്മാർ, വിശ്വാസികൾ, വിശ്വാസി സമൂഹം, ഇവരെല്ലാവരും വിശ്വസ്തതയോടുകൂടിയാണ് നീ വിതയ്ക്കുന്നുവെങ്കിൽ ആമേൻ, ഇന്ന് പകൽക്കാലം നീതിയോടെ ഒരു ഫലം കൊയ്യുക തന്നെ നീ ചെയ്യും. എന്നിട്ട് വിളിച്ചു പറയുന്നു, യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരുകയും ചെയ്യും. വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം ദൈവം തരും. അത് നിശ്ചയമാണ്. അത് വരിക തന്നെ ചെയ്യും. അത് താമസിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിന്റെ കൊയ്ത്തിനെ തടഞ്ഞു വെക്കാൻ, നിന്റെ നന്മയെ തടഞ്ഞു വെക്കാൻ, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കാൻ ഈ ലോകത്തിലെ ഒരു പൈശാചിക മണ്ഡലത്തിന് കഴിയത്തില്ല. പക്ഷെ നിന്റെ അകത്ത് വിശ്വസ്തതയുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിശുദ്ധി നിന്നിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ഈ 3 തലങ്ങളിലും നീ സന്തോഷകരമായ ഒരു പരിപൂർണതയുള്ള ക്രിസ്തു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, നിശ്ചയമായും ഈ ദിവസങ്ങളിൽ യഹോവ നിനക്ക് നന്മ തരിക മാത്രമല്ല, നിന്റെ ദേശത്ത് നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവനും അനുഗ്രഹിക്കപ്പെടുന്നവളുമായി മാറുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു കൊയ്ത്തിന്റെ അനുഭവം നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൈകളിലെ ഏറ്റവും നല്ല വിശ്വസ്തതയുള്ള ഫലങ്ങളായി ഞാനും നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God bless you.